അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇതുവരെയും ആരും ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ നെല്ലിക്കയും കൽക്കണ്ടവും വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ നെല്ലിക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതായി എടുത്തിട്ടുണ്ട്. അപ്പൊ നെല്ലിക്ക വില കുറവാണ്, ഒരുപാട് നെല്ലിക്ക വാങ്ങാൻ പറ്റും വില കുറവില്. അപ്പൊ നെല്ലിക്ക എന്ന് പറയുന്നത് വിറ്റാമിൻ സിയുടെ സമൃദ്ധമായ ഉറവിടമാണ് നെല്ലിക്ക. ഈ നെല്ലിക്ക ദിവസം കഴിക്കുന്നതിലൂടെ ജലദോഷവും മൂക്കൊലിപ്പും ഒഴിവാക്കുന്നതിന് സഹായിക്കും. നെല്ലിക്കയില് ആന്റി ബാക്ടീരിയൽ ആന്റി വൈറൽ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. അത് മാത്രമല്ല നമ്മുടെ മുടി പൊഴിച്ചിലിന് ഫലപ്രദമായ ഒരു ഔഷധം കൂടിയാണ് നെല്ലിക്ക. നെല്ലിക്ക ദിവസം ഒരെണ്ണമെങ്കിലും കഴിക്കുന്നതിലൂടെ പ്രമേഹം നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള വേദന, വിളർച്ച, ബലക്ഷയം, കണ്ണിന്റെ കാഴ്ച ശക്തി കൂട്ടുന്നതിനും ഒക്കെ നെല്ലിക്ക ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോ 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഒന്ന് ആവിയേറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിൽ 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ വെള്ളം തിളച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. ചെറിയ ചെറിയ ഹോളുള്ള തട്ടുണ്ടെങ്കിൽ തട്ട് വെച്ച് കൊടുക്കുക. ഒന്നുകിൽ ഇഡ്ഡലി ചെമ്പിൽ ആവിയേറ്റി എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കടായി ഉണ്ടെങ്കിൽ ഇതിൽ ആവിയേറ്റി എടുക്കാം. ഇപ്പൊ ഞാൻ കഴുകി വൃത്തിയാക്കിയ നെല്ലിക്ക മുഴുവനും ഇട്ട് കൊടുക്കുകയാണ്. ഇത് മൂടി വെച്ച് ആവിയേറ്റി എടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിം വെക്കാം. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, നെല്ലിക്കയെല്ലാം വെന്ത് അതാ വെടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പൊ ഇത് നല്ല ചൂടാണ്, ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. നെല്ലിക്ക ഇങ്ങനെ തന്നെ ആവിയേറ്റി എടുക്കുക, അല്ലാതെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കരുത്. എന്നാൽ നെല്ലിക്കയുടെ ആ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. ചൂടൊക്കെ മാറാൻ വേണ്ടിട്ട് അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ കുരുവെല്ലാം നമുക്ക് മാറ്റാം. ഇത് വെന്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കുരു മാറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കുരുവെല്ലാം മാറിക്കിട്ടും. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ കുരു നമുക്ക് മാറ്റാം. ഇപ്പൊ എല്ലാ നെല്ലിക്കയും കുരുവെല്ലാം മാറ്റി ഇതുപോലെ അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി കഷ്ണങ്ങളാക്കിയ നെല്ലിക്ക മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നെല്ലിക്ക കഷ്ണങ്ങളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ പച്ചവെള്ളം തന്നെയാണ്. അപ്പൊ വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ അരഞ്ഞു കിട്ടില്ല. ഇത് നല്ലതുപോലെ മഷി പോലെ അരഞ്ഞു കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ നെല്ലിക്കത നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അഥവാ നിങ്ങൾക്ക് ഇതുപോലെ അരയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കുക. ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാൻ. ഇനി അരച്ചെടുത്ത നെല്ലിക്ക ഒരു ബൗളിലേക്ക് മാറ്റാം. നെല്ലിക്കയും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. അതിലും ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ രണ്ടാമത്തെ ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നെല്ലിക്ക മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കൽക്കണ്ടമാണ്. രാസവസ്തുക്കളൊന്നും ഇല്ലാതെ പഞ്ചസാരയുടെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് ഈ കൽക്കണ്ടം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. അപ്പൊ ഇതെല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും ഈ കൽക്കണ്ടം. നമ്മളിതിൽ പഞ്ചസാരയല്ല ചേർത്ത് കൊടുക്കുന്നത്, കൽക്കണ്ടമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കൽക്കണ്ടം ഇത് കുറച്ച് വലുപ്പത്തിലല്ലേ ഇരിക്കുന്നത്. ചെറിയ കൽക്കണ്ടം വാങ്ങാൻ കിട്ടും, അതെടുത്താലും മതി. ഇതിപ്പോ കുറച്ച് വലുപ്പത്തിലുള്ള കൽക്കണ്ടം ആയതുകൊണ്ട് ഇടുകല്ല് വെച്ച് ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇതിപ്പോ ഞാൻ 400 ഗ്രാം കൽക്കണ്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 1/2 കിലോ നെല്ലിക്ക എടുത്തതിൽ 400 ഗ്രാം കൽക്കണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നോർമൽ മധുരമാണ്. കുറച്ചധികം മധുരം വേണമെന്നുള്ളവർക്ക് 500 ഗ്രാം കൽക്കണ്ടം വരെ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കൽക്കണ്ടം ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും എടുക്കാവുന്നതാണ്. ഇപ്പൊ കൽക്കണ്ടം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോ കൽക്കണ്ടം ഇടികല്ലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല, അത് അലിഞ്ഞങ്ങ് വന്നോളൂ. ഇനി നമ്മൾ അരച്ചെടുത്ത നെല്ലിക്ക ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും. ഞാൻ ഇതുപോലത്തെ ഒരു ഓട്ടുരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത കൽക്കണ്ടം ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, തരികൾ, അപ്പൊ അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പൊ നെല്ലിക്ക നല്ല വില കുറവുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് നെല്ലിക്ക ഇതുപോലെയൊക്കെ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുക. അവർക്ക് എന്തായാലും ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടാവും. ഫ്ലെയിം കൂട്ടിയാണ് വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നെല്ലിക്കയുടെ ആ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പം കൈവിടാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയം ചെറിയൊരു കറുകപ്പട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയൊരു കറുകപ്പട്ട ഇട്ട് കൊടുത്താൽ മതിയാവും. ഒന്ന് ഇളക്കി കൊടുക്കുക.
നല്ലൊരു ഫ്ലേവറും ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ആയിരിക്കും ഇതിന് കിട്ടുന്നത്. കറുകപ്പട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ചില ആൾക്കാർക്ക് കറുകപ്പട്ട ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് ഒഴിവാക്കാം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് സമയം ഇളക്കി കൊടുക്കുമ്പോൾ ദേഹത്ത് പൊട്ടിത്തെറിക്കാം. അപ്പോൾ മാറി നിന്നിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. അല്ലെങ്കിൽ ഒരു അടപ്പ് സൈഡിൽ വെച്ച് മൂടി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ദേഹത്തൊന്നും തെറിക്കില്ല. ഇനി ഇതിലേക്ക് ചെറിയൊരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറിയൊരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ആ മഞ്ഞൾപ്പൊടിയുടെ ആ കുത്തലൊന്നും ഉണ്ടാവില്ല. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ കണ്ടല്ലേ ഇത് പൊട്ടിത്തെറിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേഹത്തൊക്കെ പൊട്ടിത്തെറിക്കും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഒന്നുകിൽ മാറി നിന്നിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പൊ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇപ്പൊ ഒരു 10 മിനിറ്റ് ഇത് ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളത്തിന്റെ അംശമൊക്കെ വറ്റി കഴിയണമെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കുകയൊന്നുമില്ല. അതുവരെ പൊട്ടിത്തെറിക്കുകയുള്ളൂ. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റും ചെറിയൊരു പുളിപ്പും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നല്ലൊരു ടേസ്റ്റ്, ചെറിയൊരു ഇതിന്റെ നെല്ലിക്കയുടെ ചെറിയൊരു കയ്പും നാരങ്ങയുടെ ചെറിയൊരു പുളിപ്പും മധുരവും എല്ലാം കൂടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റും കൂടി ഇതായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഈ സമയത്ത് നിങ്ങൾ മധുരമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മധുരം കൂടെ ചേർക്കുന്നതായിരിക്കും നല്ലത്. എനിക്കിപ്പോൾ നോർമൽ മധുരമുണ്ട്. കുറച്ചും കൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൽക്കണ്ടം കൂടി ഒന്ന് പൊടിച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കൽക്കണ്ടം ചേർത്ത് പൊടിച്ചതായത് കൊണ്ടാണ് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തത്. അപ്പൊ കൽക്കണ്ടം ചേർത്തൊക്കെ പൊടിക്കാത്ത ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നെല്ലിക്കയിലുള്ള ആ വെള്ളത്തിന്റെ അംശമൊക്കെ മാറി നല്ലോണം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക വെച്ചിട്ടുള്ള ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിൽ പഞ്ചസാരയല്ല ചേർത്ത് കൊടുത്തത്, കൽക്കണ്ടമാണ്. 2 തരം കൽക്കണ്ടം കിട്ടും. പനം കൽക്കണ്ടവും ഈ വെള്ള കൽക്കണ്ടവും കിട്ടും. അപ്പോൾ ഏത് കൽക്കണ്ടത്തിൽ ചെയ്താലും നല്ലത് തന്നെയാണ്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ചൂട് മാറി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആവും. ഇതിന്റെ പാകം എന്ന് പറയുന്നത് ഇതിന്റെ ചൂട് മാറിയിട്ട് ഇതുപോലെ കയ്യിൽ എടുത്ത് നോക്കാം. ഇതുപോലെ ഒട്ടുന്നതായിട്ട് നമുക്ക് തോന്നും, ഒരു ഒട്ടൽ പോലെ. അതാണ് ഇതിന്റെ പാകം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജാമിന്റെ പരുവം. ഇപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക വെച്ചിട്ടുള്ള ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ചൂട് മാറിയിട്ട് റൂം ടെമ്പറേച്ചറിൽ ആയിട്ട് വേണം ഇത് ഗ്ലാസിന്റെ ബോട്ടിലുകൾ അടച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ബോട്ടിൽ എടുക്കുന്ന സമയത്ത് ഈർപ്പമൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസിന്റെ ബോട്ടിൽ വേണം എടുക്കാൻ. അപ്പൊ ആ ബോട്ടിൽ വേണം ഇത് നിറച്ചിട്ട് അടച്ചു വെക്കാൻ. അപ്പൊ അതിൽ ഈർപ്പമുള്ള സ്പൂണൊന്നും ഇടരുത്. എടുക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാനൊരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. അപ്പൊ കറിയൊന്നും ഉണ്ടാക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചപ്പാത്തി എടുക്കുക, 1 ടീസ്പൂൺ ജാം എടുക്കുക, എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ജാം ചപ്പാത്തിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. റോൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ടിഫിൻ ബോക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പൊ കുട്ടികൾ ഇത് കണ്ടിട്ട് ഉത്സാഹത്തോടെ കഴിക്കുകയും ചെയ്യും. നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് 2 ആഴ്ച വരെ പുറത്തും, അത് കഴിഞ്ഞിട്ട് എയർടൈറ്റ് ആയ ബോട്ടിലുകൾ നല്ലതുപോലെ അടച്ച് ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ്. മാസങ്ങളോളം ഇത് കേടുകൂടാതെ ഇരിക്കും. ബ്രെഡിന്റെ എല്ലാ ഭാഗത്തും ജാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ഇതിന്റെ മുകളിലായിട്ട് വെക്കാം. ഇനി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം, കട്ട് ചെയ്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പൊ ഞാനിതൊന്ന് കട്ട് ചെയ്യണേ. കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്.
അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളാണ് ഈ ജാമിൽ അടങ്ങിയിട്ടുള്ളത്. അവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്